ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 28 വ്യാഴാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റിലേക്ക്. ഇന്നലെ US-ലെ 3 മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്ത്. ഇന്നലെ HDFC ADR 2% ഉയരുകയുണ്ടായി. മറ്റു വാർത്തകൾ നോക്കിയാൽ മോർഗൻ സ്റ്റാൻലി ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ 2025 GDP ഫോർകാസ്റ്റ് ഉയർത്തിയിരിക്കുന്നു. ചൈനീസ് എക്കോണമി തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന സൂചനകൾ നൽകുന്നു. ഇന്നു മുതൽ 25 സ്റ്റോക്കുകൾ T+0 സെറ്റിൽമെന്റ് ആരംഭിക്കുകയാണ്. കൂടാതെ ഒത്തിരിയേറെ സ്റ്റോക്ക് സ്പെസിഫിക് ആയ വാർത്തകളുണ്ട്, ഗ്ലോബൽ അപ്ഡേറ്റുകളുണ്ട്. വീഡിയോ അവസാനം വരെയും കാണുക. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം മോർഗൻ സ്റ്റാൻലി 2025 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ ഫോർകാസ്റ്റ് 6.8% ഉയർത്തുന്നു. ഫിനാൻഷ്യൽ ഇയർ 2024 വളർച്ചാ പ്രവചനം മുൻ എസ്റ്റിമേറ്റിൽ നിന്ന് 7.9% പരിഷ്കരിച്ചു. ഫിനാൻഷ്യൽ ഇയർ 2025 വളർച്ചാ പ്രവചനം 6.5% നിന്ന് 6.8% ഉയർത്തി. 2025 സാമ്പത്തിക വർഷത്തിൽ വ്യാപകമായ വളർച്ചയും ഗ്രാമീണ നഗര ഉപഭോഗവും സ്വകാര്യ പൊതുമേഖല മൂലധന ചരിവ് തമ്മിലുള്ള വിടവുകൾ കുറയും എന്നും ഈ റിപ്പോർട്ടിൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത് സമീപകാല ട്രെൻഡുകൾ പ്രധാന പണപ്പെരുപ്പത്തിൽ മിതത്വം സൂചിപ്പിക്കുന്നു. വിതരണ ശൃംഖല ലഘൂകരിക്കുന്നതും വില സമ്മർദ്ദം കുറയുന്നതും കാരണം ഭക്ഷ്യ പണപ്പെരുപ്പം കുറയുന്നു. കൂടാതെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും കുറയുന്നതായി ഇവിടെ സൂചിപ്പിക്കുന്നു. എന്തായാലും ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഫിനാൻഷ്യൽ ഇയർ 2025 4.5% ആകുമെന്നും കോർ ഇൻഫ്ലേഷൻ 4.1% എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ച് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ചൈനീസ് എക്കോണമിയിലേക്കാണ്. ചൈനയിലെ വ്യാവസായിക സ്ഥാപനങ്ങൾ വർഷത്തിന്റെ ആദ്യ 2 മാസങ്ങളിൽ ലാഭത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 10.2% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2023 മൊത്തത്തിലുള്ള ലാഭത്തിൽ 2.3% ഇടിവും രേഖപ്പെടുത്തി. എന്നിരുന്നാലും വ്യാവസായിക ലാഭത്തിലെ കുതിച്ചുചാട്ടം എക്കോണമിയുടെ പോസിറ്റീവ് സൂചനയായി കാണാം. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ എക്കോണമി തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് സൂചിപ്പിക്കുന്നു. മൊത്തത്തിലുള്ള സാമ്പത്തിക വീണ്ടെടുക്കൽ ഉണ്ടായിരുന്നിട്ടും പ്രോപ്പർട്ടി മേഖല വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നതായി ഈ ഡാറ്റ കാണിച്ചു തരുന്നു. ഏതായാലും ചൈനീസ് എക്കോണമി തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് കാണാം. ഒരു തരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണെങ്കിലും ധാരാളം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കോമ്പറ്റീഷനൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടറും അവിടെയുണ്ട്. മറ്റൊരു വാർത്തയുള്ളത് മാർച്ച് 28 മുതൽ T+0 സെറ്റിൽമെന്റ് സൈക്കിളിന് അർഹതയുള്ള 25 ഓഹരികളുടെ ലിസ്റ്റ് മാർച്ച് 27 BSE പുറത്തിറക്കി. ഇതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ അംബുജ സിമന്റ്, അശോക് ലൈലാൻഡ്, ബജാജ് ഓട്ടോ, ബാങ്ക് ഓഫ് ബറോഡ, സിപ്ല, ഡിവിസ് ലാബ്, MRF, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റയുടെ 3 സ്റ്റോക്കുകൾ എന്നിങ്ങനെയാണ്. ഇതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഒന്ന് പോസ് ചെയ്തതിന് ശേഷം അത് വായിച്ചു നോക്കാവുന്നതാണ്. മറ്റൊരു വാർത്ത, സർക്കാർ സെക്യൂരിറ്റീസ് ഇഷ്യൂ വഴി 7.5 ലക്ഷം കോടി രൂപ കടമെടുക്കുന്നതിന് കേന്ദ്രം പദ്ധതിയിടുന്നു. ഈ കടമെടുപ്പ് തുക മുഴുവൻ വർഷത്തെ എസ്റ്റിമേറ്റിന്റെ ഏകദേശം 53.08%. 2024-25 ഇടക്കാല ബഡ്ജറ്റ് പ്രകാരം 14.13 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ വർഷത്തെ മൊത്ത വായ്പ എസ്റ്റിമേറ്റ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിഫ്റ്റിയിലേക്ക് 22,123 118 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. സെലക്ടഡ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലാണ് ഇന്നലെ റാലി കണ്ടത്. മാത്രമല്ല ഗോൾഡ്മാൻ സാച്ചസ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തി. കൂടാതെ ബൈ റേറ്റിംഗ് നൽകിയതോടെ റിലയൻസ് ഇൻഡസ്ട്രീസ് 3.5% ഉയർന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 22,200 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ് എന്ന് ഇന്നലെയും കണ്ടു. 22,194 എന്ന ഹൈ ടച്ച് ചെയ്ത നിഫ്റ്റി അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ താഴേക്ക് വീഴുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 22,200 മുതൽ 22,215 വരെയുള്ള ഒരു റേഞ്ച് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയാണുള്ളത്. ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ വ്യത്യസ്ത സിഗ്നലുകൾ കാണിക്കുന്നത് ഒരു കൺസോൾട്ടേഷന്റെ സൂചനയാവാം. എന്നാലും നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലാണ് എന്നത് ഒരു പ്രതീക്ഷ നൽകുന്നു. അതും പോസിറ്റീവായി തന്നെ കാണാം. 22,100 മുതൽ 22,060 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. ഡൗൺ സൈഡിൽ 20-യുടെ EMA ഉള്ളത് 22,080 അത് ഒരു സപ്പോർട്ടാണ്, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഡെയിലി ക്യാൻഡിൽ അപ്പർ വീക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം 22,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,600 സ്ട്രൈക്കിലും അതിനുശേഷം 22,400 സ്ട്രൈക്കിലുമാണ്.
പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,100 സ്ട്രൈക്കിലും അതിനുശേഷം 21,900 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,400-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,100-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,100 ATM സ്ട്രൈക്കിൽ 99% വർധനമാണ് പുട്ട് സൈഡിലുള്ളത്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 1% ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 22,050 സ്ട്രൈക്കിൽ 57% വർധനവ് കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 38% ഇടിവ് കോൾ സൈഡിൽ കാണാം. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. അടുത്തത് 22,150 സ്ട്രൈക്കിൽ 243% വർധനവാണുള്ളത്. ഒരു ലോങ് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിൽ കാണുന്നത്. 78% വർധനവ് കോൾ സൈഡിൽ കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെയുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള പുട്ട് സെല്ലേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കുന്നു എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,785-ൽ 185 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 46,500 മുതൽ 47,000 വരെയുള്ള റേഞ്ചിനുള്ളിലാണ് കഴിഞ്ഞ 4 ദിവസമായി ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ഇനി 47,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബാങ്ക് നിഫ്റ്റി പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ കൂടി നോക്കാം. ആദ്യം കോൾ സൈഡിൽ 48,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000-ലും അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,700 സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അതിനുശേഷം 48,100 സ്ട്രൈക്കിലും അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. നെക്സ്റ്റ് വീക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,700-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 12.70 എന്ന നിലയിൽ 0.92% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണ്. സനോഫി വാക്സിൻ ബ്രാൻഡുകളായ പീഡിയാട്രിക് അഡൽട്ട് വാക്സിനുകൾ ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി സനോഫി ഹെൽത്ത് കെയർ ഇന്ത്യയുമായി കമ്പനി ഒരു പ്രത്യേക വിതരണ കരാറിൽ ഏർപ്പെട്ടു. മറ്റൊരു കമ്പനി സിയന്റ് ആണ്. എഞ്ചിനീയറിംഗ് ടെക്നോളജി ജർമ്മൻ ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കളായ ഡച്ച് എയർക്രാഫ്റ്റുമായി കമ്പനി ഒരു തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് ഒരു ബ്ലോക്ക് ഡീലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. IDFC ഫസ്റ്റ് ബാങ്ക് 2.25% ഓഹരികൾ ബ്ലോക്ക് ഡീൽ വഴി ക്ലോവർ ഡെൽ വിൽക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത വരുന്നു. 75 രൂപയാണ് ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 4% കിഴിവാണ് ഇപ്പോൾ ഉള്ളത്. ക്ലോവർ ഡെൽ 1,191 കോടി രൂപ വിലമതിക്കുന്ന 15.9 കോടി രൂപയുടെ ഓഹരികളാണ് വിൽക്കുന്നത് എന്നാണ് CNBC ആവാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു കമ്പനി BHEL ആണ്. ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ 2x800 മെഗാവാട്ട് ശേഷിയുള്ള റായ്ഗഡ് ഘട്ടം 2 താപനിലയം സ്ഥാപിക്കുന്നതിന് അദാനി പവറിൽ നിന്ന് കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചു. ഏകദേശം 4,000 കോടി രൂപയുടേതാണ് ഓർഡർ. അടുത്തത് JSW എനർജി. ഫണ്ട് സമാഹരണം പരിഗണിക്കുന്നതിനായി ഏപ്രിൽ 2-ന് ബോർഡ് യോഗം ചേരും എന്നൊരു വാർത്ത. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ കോപ്പർ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി നമ്മുടെ രാവിലത്തെ 7:30-നുള്ള ഡെയിലി മാർക്കറ്റ് ന്യൂസ് കഴിഞ്ഞാൽ പിന്നീട് 10 മണി മുതൽ 3:30 വരെ നമ്മുടെ യൂട്യൂബ് ലൈവായിരിക്കും. അപ്പോൾ ഒത്തിരിയേറെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ഇൻഫർമേഷൻസ് ധാരാളം നൽകുന്ന ഒരു സെഷനാണ്. നിങ്ങളുടെ സംശയങ്ങൾ അവിടെ ചോദിക്കാൻ കഴിയുന്ന ഒരു സെഷൻ തന്നെയാണ്. നിങ്ങൾക്ക് പരസ്പരം ഡിസ്കസ് ചെയ്ത് അപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സെഷൻ കൂടിയാണ്. ഇനി നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുന്നില്ല, രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് ലഭിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്റ്റോക്ക് റെയ്മണ്ട് ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1,805 രൂപയാണ്. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 1,900-ഉം സെക്കൻഡ് ടാർഗറ്റ് 2,000-ഉമാണ്. സ്റ്റോപ്പ് ലോസ് 1,750. പ്രത്യേകം പറയട്ടെ, ഈ സ്റ്റോക്കുകൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. കൃത്യമായി തന്നെ പഠിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം F&O സെഗ്മെന്റിൽ ശ്രീരാം ഫിനാൻസ് മാർച്ച് 26-നാണ് നമ്മൾ 26.45 എന്ന നിലയിൽ എൻട്രി എടുത്ത് 42 വരെയാണ് അപ്പായത്. ഏകദേശം 58% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് അശോക് ലൈലാൻഡ് മാർച്ച് 22-നാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. 6.95 എന്ന നിലയിൽ നിന്നും 2 ടാർഗറ്റുകൾ നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 9.15 വരെയാണ് അപ്പായത്. 24% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് DLF ആയിരുന്നു. 900 CE ആയിരുന്നു പറഞ്ഞത്. മാർച്ച് 26-ന് 21.3 എന്ന നിലയിൽ എൻട്രി എടുത്തു. 26 വരെ സ്റ്റോക്ക് അപ്പായി. 18% ഈ F&O സ്റ്റോക്കിൽ നമുക്ക്
പ്രോഫിറ്റായി ലഭിച്ചത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകളിലേക്ക് ആദ്യം മാൻകൈൻഡ് ഫാർമ മാർച്ച് 1 2175 എന്ന നിലയിൽ എൻട്രി എടുക്കുന്നത്. 2343.90 വരെ സ്റ്റോക്കപ്പായി 7.20% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് L&T ആയിരുന്നു, ലാർസൻ ആൻഡ് ടുബ്രോ. മാർച്ച് 21 3560 എന്നതിൽ എൻട്രി എടുത്തു. 3727 വരെ അപ്പായി 4.40% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഒരുപാട് സ്റ്റോക്കുകൾ നല്ല പ്രോഫിറ്റ് നമുക്ക് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ ബൈയിങ്ങിലേക്ക് തിരിച്ചു വന്നു എന്നത് ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണാം. FIS ഇന്നലെ 2170 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIs ആവട്ടെ 1197 കോടി രൂപയ്ക്കും ബൈ ചെയ്തു. US മാർക്കറ്റിലേക്ക് ഇന്നലെ US-ലെ 3 മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 1.22% ഉയർന്നത്. നാസ്ഡാക്ക് 0.51% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. S&P 500 0.86% ഉയർന്നും ക്ലോസ് ചെയ്തു. ഇന്നലെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഫെഡറൽ റിസർവ് ഗവർണർ ക്രിസ്റ്റഫർ വാളറിന്റെ സ്പീച്ച് തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പണപ്പെരുപ്പ കണക്കുകൾ അത്ര നല്ല സൂചനയല്ല നൽകുന്നത്. പണപ്പെരുപ്പം മെച്ചപ്പെടുന്നത് തുടരുകയാണെങ്കിൽ വർഷാവസാനം നിരക്ക് കുറയ്ക്കുമെന്ന് വാളർ തള്ളിക്കളയുന്നില്ല. എന്തായാലും നിരക്ക് കുറയ്ക്കുന്നതിന് മുൻപ് പണപ്പെരുപ്പം കുറയുന്നതിന്റെ കൂടുതൽ തെളിവുകളുടെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറയുന്നു. മറ്റൊരു കാര്യമുള്ളത്, പ്രധാനപ്പെട്ട US-ലെ ഇൻഡെക്സുകൾ തുടർച്ചയായ 2ാമത്തെ പ്രോഫിറ്റബിൾ വീക്കിലേക്കാണ് കടക്കുന്നത്. 5ാമത്തെ തുടർച്ചയായ വിന്നിംഗ് മന്ത് കൂടിയാണ് ഇപ്പോൾ വരാനിരിക്കുന്നത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.23% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. വിപ്രോ 0.71% ഉയർന്നു. ബാങ്കിങ് സൈഡിലേക്ക് വന്നാൽ ICICI ബാങ്ക് 0.27% ഉയർന്നത്. HDFC ബാങ്ക് വലിയ നേട്ടമുണ്ടാക്കി 2.05%. ICICI ബാങ്ക് 1.12% ഉയരുകയും ചെയ്തു. മേക്ക് മൈ ട്രിപ്പ് 1.26% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് സ്ലൈറ്റ്ലി ഒരു ഇടിവിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഡൗ ജോൺസ് 0.04% ഇടിവിലും, S&P 500 0.01% ഇടിവിലും, നാസ്ഡാക്ക് 0.03% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 0.01% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ CAC 0.25% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.50% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് 600 0.1% ഇന്നലെ ഉയർന്നത്. റീറ്റെയിൽ സ്റ്റോക്കുകളാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. 2.7% ഉയർന്നു. ട്രാവൽ സ്റ്റോക്കുകൾ 2.4% നഷ്ടവും രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.02% നേട്ടത്തിലും, CAC 0.03% നേട്ടത്തിലും, FTSE 0.02% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ചൈനയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള സാമ്പത്തിക ഡാറ്റ നിക്ഷേപകർ വിലയിരുത്തുന്നതിനാൽ ഏഷ്യ പസഫിക് വിപണികൾ ബുധനാഴ്ച സമ്മിശ്രമായാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ജപ്പാനീസ് യെൻ ആയിരുന്നു. 34 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ ജപ്പാനീസ് യെൻ എത്തി. ഇനി ചൈനീസ് എക്കോണമിയിലേക്ക് വന്നാൽ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് ചൈനീസ് എക്കോണമിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു ഡാറ്റ തന്നെയായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,205 എന്ന നിലയിലാണ്. 24 പോയിന്റ് സബ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ 35 മുതൽ 45 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന മറ്റ് ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവിൽ വീക്കാണ്. നിക്കി മാർക്കറ്റ് 0.97% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.19% ഇടിവിലും. തായ്വാൻ മാർക്കറ്റ് മാത്രമാണ് പോസിറ്റീവിൽ കാണുന്നത്, 0.37% പോസിറ്റീവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് തന്ത്രപരമായ പെട്രോളിയം കരുതൽ ഒഴികെയുള്ള US വാണിജ്യ ക്രൂഡ് സ്റ്റോക്ക് പൈലുകൾ മാർച്ച് 22 അവസാനിച്ച ആഴ്ചയിൽ 3.2 ദശലക്ഷം ബാരൽ വർദ്ധിച്ചു. ഗ്യാസോലൈൻ ഇൻവെന്ററികളിൽ 1.3 ദശലക്ഷം ബാരൽ വർദ്ധിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $85.82 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.18% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $81.84 പെർ ബാരൽ എന്ന നിലയിൽ 0.60% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഈ വാർത്തകളെല്ലാം ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഇത് ആരും തന്നെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വാർത്ത ഇവിടെ പൂർത്തിയാവുന്നു.